പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എന്താണ് നിങ്ങളെ അറിയിക്കാനുള്ളതിനെ കുറിച്ചാണ്. 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. ഇഷ്ടമുള്ള വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ പൂമരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും ജീവിതത്തെ പോസിറ്റിവിറ്റിയോട് കാണാനാണ് ഇഷ്ടം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ല. ജീവിതം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. അതായത് ജനിച്ച സ്ഥലത്ത്, ജനിച്ച നാട്, അവിടെ ജീവിക്കാനാണ് നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷവും ആഗ്രഹപ്രകടനങ്ങളും അഭിലാഷ സാധൂകരണവും ഒക്കെ ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എന്നെന്നും ചിരിച്ചു നിൽക്കാനാണ് ഇഷ്ടം. എത്ര ദുഃഖം മനസ്സിലുണ്ടെങ്കിലും തകർന്ന് വീഴാൻ നിൽക്കുകയാണെങ്കിലും ജീവിതത്തിൽ പോസിറ്റിവിറ്റിയോടെ മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ജീവിതത്തിൻ്റെ പോസിറ്റിവിറ്റി ഒരിക്കലും നഷ്ടപ്പെടുത്താതെ തൻ്റെ ജീവിതം തനിക്ക് എന്തൊക്കെ സംഭാവനകളാണ് ദുഃഖമായിട്ട് നൽകിയാലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ നിലനിൽക്കുക. ജീവിതത്തിലെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. തന്നെ സ്നേഹിക്കുന്നവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുക. അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും ആ വ്യക്തി നിങ്ങളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകലുന്നത് ഒട്ടും ഇഷ്ടമില്ല. ആ വ്യക്തി എവിടെയുണ്ടോ അവിടെ തന്നെ നിങ്ങളുണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണത്. ആ വ്യക്തി നിങ്ങളെ വലിയ തരത്തിൽ സ്നേഹിക്കുന്നു. വലിയ ആഴത്തിൽ സ്നേഹത്തിലൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മനോവിഷമവും ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെന്നും ആ വ്യക്തിയുടെ ഒപ്പം ഉണ്ടായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ദൂരേക്ക് പോകാനും നിങ്ങൾക്ക് മറ്റു ഇടങ്ങളിൽ പോയി ജീവിതം കരിപ്പിടിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങൾ കൂടെയുള്ള സ്ഥലത്ത് എവിടെയാണെങ്കിലും ജീവിക്കാൻ ആ വ്യക്തി റെഡിയാണ്. ആ വ്യക്തിയുടെ ഒരു ചിരകാല സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ജനിച്ച നാട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാനാണ് ഇഷ്ടം. പക്ഷേ നിങ്ങളുണ്ടെങ്കിൽ എവിടെയും ജീവിക്കാൻ തയ്യാറുമാണ്. പക്ഷെ നിങ്ങൾ മറ്റൊരു ആഗ്രഹങ്ങളും മറ്റൊരിടത്തിലേക്ക് പോകാനൊക്കെ ആ വ്യക്തിയെ നിർബന്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ സങ്കടമുണ്ട്. ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയണമെന്നുണ്ട്. മാത്രമല്ല ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില എടുത്തുചാട്ടങ്ങൾ, നിങ്ങൾ ചില തീരുമാനങ്ങളിൽ ആ വ്യക്തിയുടെ അഭിപ്രായം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നതായിട്ട് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു. മറ്റുള്ള ചില ആളുകൾ നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ചില ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയെ തിരസ്കരിക്കുകയും ആ വ്യക്തി പറയുന്നത് പരിഗണിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ദുഃഖിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച, ഒരു കഷ്ടപ്പാടിലും ദുഃഖത്തിലും ദുരിതത്തിലൊക്കെ സ്നേഹിച്ച ആ വ്യക്തിയുടെ വാക്ക് അത്ര പ്രാക്ടിക്കൽ അല്ലെന്നോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ലെന്നോ കരുതി നിങ്ങളത് കളയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലത് വിഷമമായിട്ട് മാറുകയാണ്. ആ വ്യക്തിക്ക് അത് ദുഃഖമായിട്ട് മാറുകയാണ്. ആ വ്യക്തിക്ക് അത് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പിണങ്ങുമോ എന്നുള്ള ഒരു സങ്കടം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ആയിട്ട് പൂമ്പാറ്റ ഫയലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗം കടന്നു പോകുന്നൊരു ജീവിതമാണ്. ഒന്നിലും നിങ്ങളുടെ മനസ്സുറക്കുന്നില്ല. ചെയ്യേണ്ട പ്രവൃത്തികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടമുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓരോ ദിവസവും ഒന്നിനു പുറകെയായിട്ട് തള്ളി നീക്കിപ്പോകുന്ന നിങ്ങളുടെ ജീവിതം, അത് ആ വ്യക്തിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഉത്തരവാദിത്തത്തോടെ ജീവിതത്തെ കാണുന്നില്ല.
ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് വിഷമമായി മാറുന്നുണ്ട്. അത് ആ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ പരിഗണിക്കുന്നില്ല. ജീവിതത്തെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ജീവിതത്തെ ഒരു തമാശയാക്കി കാണുന്നു. ഒന്നിനും നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. നാളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കരുതി വെക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അതിനെല്ലാം കണ്ണടച്ച് ഒരു ഫൂളാക്കി കളയുന്നു. നിങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങൾ ആ വ്യക്തിക്ക് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനെയും സീരിയസ് ആയിട്ട് വെക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണാതിരുന്നാൽ നാളെ നിങ്ങൾക്കതൊരു വലിയ നഷ്ടമായിട്ട് ഭവിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ആ നഷ്ടങ്ങൾ ആ വ്യക്തിയെയും ബാധിക്കും. അങ്ങനെ നിങ്ങൾ തകരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. മനസ്സ് വെച്ചാൽ ജീവിതത്തിൽ ഉയർന്നു പോകാൻ കഴിവും പ്രാപ്തിയും ഉള്ളൊരു വ്യക്തി ആയിരിക്കുക നിങ്ങളതിലേക്കൊന്നും വരാതിരിക്കുമ്പോൾ ജീവിതത്തിൽ നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുന്നു. ആ നഷ്ടങ്ങൾ ഒഴിവാക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് അതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. വെറുതെ ആ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തും പ്രവർത്തിച്ചും ഒരുപാട് സമയം നിങ്ങൾ കളയുന്നു. ആ സമയം കളയുന്ന നിങ്ങളുടെ പ്രവൃത്തി ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്, നിങ്ങളോട് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ മറ്റു ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിലുള്ള മറ്റു ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി പ്രത്യാശിക്കുന്നത്. ആ വ്യക്തി എപ്പോഴും അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നല്ലൊരു തീരുമാനങ്ങൾ ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇല്ലാത്തത് മൂലം ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തി അതിനെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടിയും സീരിയസ് ആയിട്ട് ഓരോ കാര്യത്തിലും ചിന്തിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹം അതുതന്നെയാണ്. ആ വ്യക്തിക്കൊന്നും നേടാനല്ല, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കാൻ, നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാകാൻ. അത് മാത്രമാണ് ആ വ്യക്തിയുടെ ലക്ഷ്യം. നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നും വേണ്ട. ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളല്ലാതെ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, നിങ്ങൾ ജീവിതത്തെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആ ഗുണങ്ങളും അനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത ഏത് പാപങ്ങളും, നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്ത ഏത് കാര്യങ്ങളും മാപ്പ് നൽകാൻ ആ വ്യക്തി തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പോസിറ്റിവിറ്റിയിലേക്ക് കടന്നു വരുന്നില്ല. മനഃപൂർവ്വം ജീവിതത്തെ നിങ്ങൾ തകർത്തെറിയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അനാവശ്യമായ ചില കൂട്ടുകെട്ടുകൾ നിങ്ങളെ തളർത്തുന്നു, നിങ്ങൾക്ക് വിജയം നൽകാതിരിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, ജീവിതത്തെ പോസിറ്റീവായി കാണുക, ജീവിതത്തിൽ ചില പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരിക, നെഗറ്റീവ് ചിന്തയും നെഗറ്റീവ് വഴികളും ഒഴിവാക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.